കിണറുകളിലെ കുടിവെള്ളത്തിൽ പെട്രോൾ സാന്നിധ്യം ഒരു ഗ്രാമത്തെ മുഴുവൻ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. തിരുവനന്തപുരത്താണ് സംഭവം. പാറശാല പനച്ചുമൂട് പുലിയൂർ ശാല ഭാഗത്തെ നിരവധി വീടുകളിലെ കിണറുകളിൽ പെട്രോൾ സാന്നിധ്യം അനുഭവപ്പെടുന്നതായി വിവരങ്ങൾ. എൻ്റെ മക്കളെ ഞങ്ങൾക്ക് നാഥനില്ല. എൻ്റെ മോനാണെങ്കിൽ വയ്യാത്ത മോൻ. 3.5 വർഷം കൊണ്ട് ഞങ്ങൾ കുടിവെള്ളം ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കിണറ് വെട്ടി. ഞങ്ങൾ ഉലക്ക എറിഞ്ഞ് കരിങ്കല്ലിൽ ഉലക്ക എറിഞ്ഞാണ് ഞാൻ കിണറ് വെട്ടിയത്. എനിക്ക് കുടിവെള്ളം ഇല്ല. എനിക്ക് 80 വയസ്സായി. ഇനി ഞാൻ എവിടെ വെള്ളം കോരാൻ പോവാൻ? എൻ്റെ മോനാണെങ്കിൽ അസുഖം പിടിച്ച മോൻ. അവന് 3 കുട്ടികളുണ്ട്. അവളാണെങ്കിൽ വയ്യാത്തവൾ. 1 വർഷം മുമ്പേ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും റീസെൻ്റ്ലി നമുക്ക് ഇന്നലെ രാത്രി മുതലാണ് നമ്മൾ വീണ്ടും ഇത്രയും പെട്രോൾ വെള്ളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത്. ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളമായാലും ഉപയോഗത്തിനുള്ള വെള്ളം ഒന്നും ഇവിടെ കിട്ടാനില്ല. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ റാഷസ് ഒക്കെ വന്നു തുടങ്ങി സ്കിന്നിൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കുറച്ചെടുത്താൽ മതി മേളിൽ നിന്ന്. നമ്മുടെ വെള്ളം അത്ര മതി. ബാക്കി ഇതിലൊഴി. അത് വെള്ളമല്ലേ? അത് ഒഴിക്കണ്ട. ഇത്രയും കത്തിച്ച് കാണിച്ചു അവിടെ ഇട്ടിട്ട് കത്തിച്ച് കാണിച്ചു. സമീപത്തെ പമ്പിൽ നിന്നും ഒഴുകി എത്തുന്നതാണ് കാരണം എന്നാണ് പരാതി. കുടിക്കാൻ വെള്ളമില്ല, ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധമുണ്ട്. പാറശാല വെള്ളറട സംസ്ഥാന പാതയിലെ പനച്ചമൂടിലെ പുലിയൂർ ശാലയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിന്റെ ഭാഗമായ HP-യുടെ പമ്പിൽ നിന്നും റോഡിന് എതിർവശത്തെ കേരളത്തിലെ കിണറുകളിലേക്ക് പെട്രോൾ ഒഴുകി എത്തുകയാണ്. കഴിഞ്ഞ ഏറെ നാളായി പനച്ചമൂട് പുലിയൂർ ശാലയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന് എതിർവശത്തുള്ള വീടുകളിലെ കിണറുകളിലെ കുടിവെള്ളത്തിൽ പെട്രോൾ സാന്നിധ്യം എന്നാണ് പരാതി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പമ്പിന്റെ സമീപത്ത് താമസിക്കുന്ന വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന നിലയിൽ കാണപ്പെടുന്നത്. വെള്ളത്തിൽ പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധവുമുണ്ട്. വെള്ളത്തിൽ തീപ്പെട്ടിത്തിരി കത്തിച്ചിട്ടപ്പോൾ തീ ആളിപ്പടരുകയാണ്. പുലിയൂർ ശാലയിലെ സുകുമാരൻ, അബ്ദുൾ റഹ്മാൻ, ഗോപി, ബിനു തുടങ്ങിയവരുടെ വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്നത്. നാട്ടുകാർ വെള്ളറട പോലീസിനെയും പാറശാല എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വെള്ളറട ഹെൽത്ത് അധികൃതരെയും വിവരം അറിയിച്ചു. ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു മടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പമ്പുടമ ചോർച്ച കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട് പരിധിയിൽ ആയതിനാൽ നടപടിയെടുക്കുന്നതിന് പരിധിയുണ്ട് എന്നാണ് അധികൃതരുടെ നിലപാട്. കുടിവെള്ളം മലിനമായ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ സംവിധാനം അടിയന്തരമായി സ്ഥാപിച്ചു നൽകി അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.